ഹായ് എവരി വൺ. ഞാനിങ്ങനെ ഷോൾ ഇട്ടേക്കുന്നത് എന്താണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. അപ്പം ഞാൻ തല തുണി ഇട്ട് പോയി, പിന്നെ അത് അങ്ങോട്ട് മാറ്റാനുള്ള ഒരു ഇതില്ല. അപ്പം അന്നേരം എനിക്കങ്ങ് തോന്നി ഒരു മെസ്സേജ് തന്നാലോ എന്തെന്ന് വിചാരിച്ച്. കാരണം ചോദിച്ചാൽ എനിക്ക് സ്ത്രീകളോടാണ്, പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ സ്വന്തമായിട്ടൊരു ഏണിങ് ഉണ്ടാക്കണം, നല്ല വിദ്യാഭ്യാസം ചെയ്യണം. അതിനുശേഷം നമ്മൾ നല്ലൊരു ജോലി നേടി സ്വന്തമായിട്ടൊരു ഏണിങ് ഉണ്ടാക്കണം. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അനുഭവം കൊണ്ട് പറയുക, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ആരുമല്ല. ഭർത്താവായാലും ആരായാലും, സഹോദരനായാലോ അച്ഛനായാലോ അമ്മയായാലോ ഫ്രണ്ടായാലോ ആരുടെ, അപ്പം നമ്മളൊരു ആവശ്യത്തിന് പൈസ ചോദിച്ചാൽ എന്തൊക്കെ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും അല്ലേ? ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല. മിക്ക ആൾക്കാരും പറഞ്ഞു, 1, 2, 3 പേര് പറയുമ്പോഴെങ്കിലും നിങ്ങൾ പെൺകുട്ടികൾ ഒന്ന് ചിന്തിക്കണം. വിദ്യാഭ്യാസം പോലും പകുതിയാക്കി ഒക്കെ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് പോകരുത്. നിങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ തന്നെ പ്രശ്നങ്ങൾ. സ്വന്തമായിട്ട് നിങ്ങൾ ഏണിങ് ഉണ്ടാക്കാൻ നോക്കണം. അവർ തരുന്നില്ലെന്നല്ല പറയുന്നത്, അവർ തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്. പക്ഷേ നമ്മളൊരു വിഷമിച്ചു പോകും. അവരുടെ വർത്തമാനങ്ങൾ, അവരുടെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തകർന്നു പോകുന്ന ഒരവസ്ഥ. പറയേണ്ട രീതി പറഞ്ഞാൽ നമുക്ക് പ്രശ്നം വരത്തില്ല. അനുഭവങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഒന്നും തോന്നരുത്. കുടുംബജീവിതം എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. അല്ലാതെ എന്തെങ്കിലുമൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടൊക്കെ അങ്ങോട്ടൊക്കെ പോയിട്ട് പിന്നെ തകർന്നു പോകേണ്ട അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ജോലി നേടുക. വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആക്കി ഇത്ര വിദ്യാഭ്യാസം മതി എന്ന് തീരുമാനിക്കുക. അതിനുശേഷം ജോലിയുടെ കുറേ വിദ്യാഭ്യാസം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നല്ലൊരു ജോലി നേടുക, നല്ല സാലറി ഉള്ളൊരു, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള അത്രയുള്ള സാലറി ഉള്ളൊരു ജോലി നിങ്ങൾ ജോലിക്ക് പഠിക്കുക. അത് ഒരു ചേച്ചിയുടെ സ്ഥാനമോ അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്ഥാനമോ എന്ത് വേണേലും നിങ്ങളെടുത്തോ. ഒരു 2-3 പേര് അല്ല, കൂടുതൽ ആൾക്കാർ പറയുമ്പോൾ പെൺകുട്ടികളെ നിങ്ങളുടെ കാര്യം നോക്കണം. ഇത് ഒരു കുട്ടിക്കളിയായിട്ട് എടുക്കുവാട്ടെ, അല്ലെങ്കിൽ തമാശയായിട്ട് നിങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ കാര്യങ്ങൾ നല്ലതായിട്ട് നടക്കാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് മുന്നോട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബഡ്ജറ്റ്, സ്വന്തമായിട്ടൊരു ഏണിങ് നിങ്ങൾക്ക് വേണം. അത് സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ആദ്യമുള്ള സ്നേഹമോ ആദ്യമുള്ള കാര്യങ്ങളോ ഒന്നും പിന്നീട് കാണണമെന്നില്ല. ഞാൻ പച്ചയായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു ഏണിങ് ഉണ്ടാക്കിയെടുക്കുക നമ്മൾ, അല്ലേ? വൈകിട്ടൊന്നുമില്ല, നമ്മുടെ സമയങ്ങളൊന്നും വൈകിട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും സ്വന്തമായിട്ടൊരു ഏണിങ് നമ്മൾ ഉണ്ടാക്കുക. ലൈഫെന്ന് പറയുന്നത് ചെറിയതാണ്. അതിനകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നമുക്ക് സാമ്പത്തികമായ ഒരു ഭദ്രതയില്ലെങ്കിൽ നമ്മൾ സ്ത്രീകളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇല്ലേ? മിക്കവരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ലത്, അല്ലേ? പാർട്ട്ണർക്ക്, ഹസ്ബൻഡായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ വിദ്യാഭ്യാസം കുറവായിരിക്കും. അവരൊക്കെ നല്ല രാവിലെ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, അത്യാവശ്യം ഏണിങ് സമ്പാദിക്കുന്നുണ്ട്, ഇല്ലേ? നമ്മളൊക്കെ വിദ്യാഭ്യാസം ചെയ്ത് വീട്ടിലിരിക്കേണ്ടവരാണോ? അപ്പം അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആദ്യമേ മുൻവിധി കാണാൻ പാടില്ല. അയ്യോ, ഞാൻ എൻ്റെ കുട്ടികൾ വീട്ടിലുള്ളവർ അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യും. അങ്ങനല്ലാതെ ഒന്ന് പോയി നോക്കുക. നമ്മളതിന് വേണ്ട അപേക്ഷയൊക്കെ കൊടുക്കുക, നമ്മളൊന്ന് പോയി നോക്കുക, ഇൻ്റർവ്യൂ ഒന്ന് അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ കാലൊന്ന് വെക്കുമ്പോഴായിരിക്കും അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഒത്തൊരുമിച്ച് വരും. അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനെൻ്റെ ചെറിയ അനുഭവങ്ങളെന്നാണ് പറയുന്നത്. ലൈഫാണല്ലോ ഒരു എക്സ്പീരിയൻസ്, ഇല്ലേ? ഇത് നല്ലൊരു ഉപദേശമായിട്ട് എടുക്കുക, വേറൊന്നും ചിന്തിക്കില്ല. ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് സംസാരിച്ച് സ്വന്തമായിട്ടൊരു ഏണിങ് ഉണ്ടാക്കുക, അല്ലേ? എടുത്ത പടി ഒരു കല്യാണത്തിലേക്ക് പോകാതിരിക്കുക. സ്വന്തമായിട്ട് കല്യാണം കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ സ്വന്തമായിട്ടൊരു ഏണിങ് ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്.
അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും വിവാഹം ചെയ്യുകയോ എന്തെങ്കിലും ജീവിതം നയിക്കുകയൊക്കെ ചെയ്തോ. പക്ഷെങ്കിൽ സ്വന്തമായിട്ടൊരു ജോലി നേടിയ സ്വന്തമായിട്ട് നമ്മുടെ കൈകൊണ്ട് അധ്വാനിച്ച് ആ കൈകൊണ്ട് നമ്മൾ അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം നമ്മൾ വാങ്ങുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയാണ് ഇല്ലേ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാൻ പറ്റും അല്ലേ. നമുക്കൊരു സമാധാനം, ആരെയും ബുദ്ധിമുട്ടിക്കാനും പോകുന്നില്ല, അവരെ ആയിട്ട് നമ്മൾ വെറുപ്പിക്കാനുള്ള സാഹചര്യവും ഉണ്ടാക്കുന്നില്ല. ശരിയല്ലേ? അപ്പം വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യുക, നല്ലൊരു ജോലി നേടുക. തീർച്ചയായിട്ടും നിങ്ങളിത് മറക്കല്ല, ഈ ഒരു മെസ്സേജ് നിങ്ങൾ മറക്കരുത്. ഓക്കെ.